ഏകദേശം 2.5 മാസത്തെ സൗദി സന്ദർശനത്തിന് ശേഷം മടങ്ങുകയാണ്. യാംബോയിൽ നിന്ന് ജിദ്ദയിലെത്തി ജിദ്ദയിൽ നിന്നാണ് പ്ലെയിൻ. എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യാംബോയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള വഴിയിലാണ്. ഏകദേശം 340 കിലോമീറ്ററാണ് ജിദ്ദയിലേക്കുള്ള ദൂരം. യാംബോയിൽ നിന്ന് 7:30 മണിക്ക് പുറപ്പെട്ടു. ഇപ്പോൾ 8:30 മണിയായിട്ടുണ്ട്. 3.5 മണിക്കൂർ ആകെ യാത്രയുണ്ട് ജിദ്ദയിലെത്താൻ. ഇടതുവശത്ത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സമയവും ഡേറ്റുമാണ്. 2025 10-ാം മാസം 25-ാം തീയതി 8:31 സമയം. ഇതുപോലെ ഇന്നത്തെ ജിദ്ദ ടു കാലിക്കറ്റ് യാത്രയിലും ടൈം ആൻഡ് ഡേറ്റ് പ്രദർശിപ്പിക്കുന്നതാണ്. മരുമകൻ ഷിമിനുവിൻ്റെ സുഹൃത്ത് അലിയാണ് ഇന്ന് നമ്മെ എയർപോർട്ടിൽ എത്തിച്ചു തരുന്നത്. നമ്മളിതാ ജിദ്ദ എടുക്കാറായി. ജിദ്ദയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ആ ജിദ്ദ ടവർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ സമയം 10:29 എന്ന് കാണാം. നമ്മൾ ഏതാനും മിനിറ്റുകൾക്കകം എയർപോർട്ടിൽ എത്തിച്ചേരുന്നതാണ്. ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ട് സൗദി അറേബ്യയിലെ ജിദ്ദ, മക്ക എന്നീ നഗരങ്ങളെ സേവിക്കുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ജിദ്ദയിൽ നിന്ന് 19 കിലോമീറ്റർ വടക്കു ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 43 ചതുരശ്ര മൈൽ അല്ലെങ്കിൽ 112 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയതും കരവിസ്തീർണമനുസരിച്ച് 3ാമത്തെ വലിയ വിമാനത്താവളവുമാണ് ഇത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണിത്. 1981 തുറന്നു പ്രവർത്തിച്ചു. ഇപ്പോൾ പൊളിച്ചു മാറ്റിയ അൽ കന്തറയിൽ സ്ഥിതി ചെയ്യുന്ന ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പകരമായി നിർമ്മിച്ചതാണ്. സൗദി അറേബ്യയുടെ സ്ഥാപകനായ കിങ് അബ്ദുൽ അസീസിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. RSAF കിങ് അബ്ദുള്ള എയർബേസുമായി വിമാനത്താവളം പങ്കിടുന്നു. കൂടാതെ ഒരു റോയൽ ടെർമിനലും 3 പ്രവർത്തനക്ഷമമായ പാസഞ്ചർ ടെർമിനലുകളും ഇതിനുണ്ട്. ഇസ്ലാമിക ഹജ്ജ് തീർത്ഥാടന സീസണിൽ വർദ്ധിച്ച ഗതാഗതം കൈകാര്യം ചെയ്യുന്നതിനായി മാത്രമായി നിർമ്മിച്ച ഒരു ഹജ്ജ് ടെർമിനൽ ഉൾപ്പെടെ ഇതിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാകാൻ പോകുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന ജിദ്ദ ടവറാണ് ഇപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിദ്ദയെ സംബന്ധിച്ചുള്ള കഴിഞ്ഞൊരു എപ്പിസോഡിൽ അതിനെപ്പറ്റി നമ്മൾ പ്രതിപാദിച്ചിരുന്നു, കാണാവുന്നതാണ്. സൗദിയുടെ ഏറ്റവും വലിയ കേന്ദ്രമായി ദേശീയ ചെലവ് കുറഞ്ഞ വിമാന കമ്പനികളായ ഫ്ലൈനാസ്, ഫ്ലൈഡീൽ എന്നിവയുടെ പ്രവർത്തന കേന്ദ്രമായും ഇത് പ്രവർത്തിക്കുന്നു. കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കുന്നതിന് മുമ്പ് ജിദ്ദയും പരിസര പ്രദേശങ്ങളും നഗരത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളം ഉപയോഗിച്ചിരുന്നു. ഒരു പ്രത്യേക ഹജ്ജ് ടെർമിനൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഹജ്ജ് ടെർമിനലിന് ഏത് സമയത്തും 80,000 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. ബംഗ്ലാദേശി ഒറിജിൻ അമേരിക്കൻ വാസ്തുശില്പിയായ ഫസലുർ റഹ്മാനാണ് ടെർമിനലിന് പുതിയ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. കൂടാതെ ഗീഗർ ബർഗർ അസോസിയേഷൻ്റെ പോസ്റ്റ് ബർഗർ എഞ്ചിനീയറിംഗ് ചെയ്ത കൂടാരം പോലുള്ള മേൽക്കൂര ഘടനയ്ക്ക് പേരുകേട്ടതുമാണ്. നമ്മളിതാ ഇവിടെ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ടൈം ബാറിലെ സമയം നോക്കിയപ്പോൾ 10:38. യാംബോയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട സമയം 7:20. അപ്പോൾ ഇവിടെ ഓടിയെത്താനെടുത്ത സമയം 3 മണിക്കൂർ 18 മിനിറ്റ്. ചെക്കിങ് കഴിഞ്ഞ് ബോർഡിംഗ് പാസ് ലഭിച്ച് നമ്മൾ ഇപ്പോൾ പ്ലെയിനിന് ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. പ്ലെയിൻ ഇതാ ടേക്ക് ഓഫ് ആവുകയാണ്. ഇപ്പോൾ സമയം നോക്കുക 13:48, അതായത് 1:48 PM. ജിദ്ദയിൽ നിന്ന് ടേക്ക് ഓഫ് ആയ സമയമാണ് 1:48. ഇനി നമ്മൾക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ള സമയം നോക്കാം. എങ്കിൽ നമുക്ക് എത്ര സമയത്ത് യാത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സൗദി അറേബ്യയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ കേട്ടുകൊണ്ട് സൗദി അറേബ്യയുടെ ഭൂപ്രകൃതി കണ്ടുകൊണ്ട് നമുക്ക് യാത്രയാവാം. അറേബ്യൻ ഉപദ്വീപിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. തലസ്ഥാനം റിയാദ്, ഭാഷ അറബി, മതം സുന്നി ഇസ്ലാം, ഇസ്ലാമിക രാജവാഴ്ചയാണ് നിലകൊള്ളുന്നത്.
സൽമാൻ ബിൻ അബ്ദുൽ അസീസാണ് രാജാവ്. മുഹമ്മദ് ബിൻ സൽമാൻ അടുത്ത കിരീടാവകാശി. രൂപീകരിച്ചത് 1926 ജനുവരി 8. അംഗീകരിക്കപ്പെട്ടത് 1927 മെയ് 20. ഏകീകരിക്കപ്പെട്ടത് 1932 സെപ്റ്റംബർ 23. മൊത്തം വിസ്തീർണം 22,50,000 ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യ 2,91,95,895. 45ാമതാണ് ജനസംഖ്യയിൽ. വിസ്തീർണത്തിൽ 12ാം സ്ഥാനമുണ്ട്. ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 15 മിക്ക ഭാഗങ്ങളും മരുഭൂമിയായതുകൊണ്ട് ജനസാന്ദ്രത വളരെ കുറഞ്ഞതാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏകദേശം 500-നടുത്തും കേരളത്തിൻ്റേത് 900-ന് മുകളിലുമായിട്ടാണ് ജനസാന്ദ്രത. വിസ്തീർണം 21,49,690 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസംഖ്യ 3,21,75,224. കേരളത്തിലെ ജനസംഖ്യ ഇതിനേക്കാൾ കൂടുതൽ വരും. 3,61,11,000 കേരളത്തിലെ ജനസംഖ്യ. ഇന്ത്യയിലെ ജനസംഖ്യ 146,26,27,663. ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ഏകദേശം 2/3 വലിപ്പമുണ്ട് സൗദി അറേബ്യക്ക്. എന്നാൽ ജനസംഖ്യ കേരളത്തിൻ്റെ അത്ര പോലുമില്ല. വലിപ്പത്തിൽ ഇന്ത്യ 7ാം സ്ഥാനത്താണെങ്കിൽ സൗദി അറേബ്യ 12ാം സ്ഥാനത്താണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ഉയർന്നു പോവുകയാണ്. സൗദി അറേബ്യയുടെ നിലം നോക്കുക, താഴെ നമുക്ക് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായിട്ട് കാണാം. സൗദി അറേബ്യയുടെ GDP 1.084 ട്രില്യനാണ്, 19ാം സ്ഥാനത്താണ്. ഇന്ത്യ 17.647 ട്രില്യനോട് കൂടി 3ാം സ്ഥാനത്താണ് GDPയിൽ. എന്നാൽ GDP പെർ ക്യാപിറ്റയിൽ ഇന്ത്യ വളരെ പിന്നിലാണ്, 136ാം സ്ഥാനത്താണ്. യഥാർത്ഥ സാമ്പത്തിക സൂചികയായ GDP പെർ ക്യാപിറ്റ എന്ന ആളോഹരി വരുമാനത്തിൽ സൗദി അറേബ്യ 19ാം സ്ഥാനത്താണ്. ഒരു സമ്പന്ന രാജ്യമാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതായത് മാനവശേഷി വികസനത്തിൽ സൗദി അറേബ്യയുടെ സ്ഥാനം 37. ഇന്ത്യ ഇതിൽ 130ാം സ്ഥാനത്താണ്. നമ്മുടെ സഹയാത്രികർ മിക്കവാറും ഉംറ കഴിഞ്ഞെത്തുന്ന മലയാളികളാണ്. പലരും ജലദോഷം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രായമായവരും അവശരുമൊക്കെയാണ് കൂടുതൽ പേരും. അവിടെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. 2 ആഴ്ചത്തെ കാലാവധിക്കാണ് മിക്കവാറും ഇവർ ഉംറക്കെത്തുന്നത്. അപ്പോഴേക്കും മടങ്ങിപ്പോകാനുമാവുന്നു. കാലാവസ്ഥയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനാവുന്നില്ല. നമ്മുടെ വിമാനമിത കൂടുതൽ ഉന്നതിയിലേക്ക് കുതിക്കുകയാണ്. സൗദി അറേബ്യയുടെ കരഭാഗം കൂടുതൽ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിദൂരത്തേക്ക് പോകുന്നു. ജിദ്ദയിൽ നിന്ന് നമ്മൾ കിഴക്കോട്ടാണ് യാത്ര ചെയ്യുന്നത്. സൗദി അറേബ്യയുടെ കിഴക്ക് പടിഞ്ഞാറുള്ള മുഴുവൻ കരഭാഗവും നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. ഏകദേശം 1500 കിലോമീറ്ററോളം ദൂരം വരും ഇത്രയും ഭാഗം. ഏകദേശം 2 മണിക്കൂർ യാത്ര. സൗദി അറേബ്യയുടെ ഭൂമികയുമായുള്ള നമ്മുടെ അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളും കൃഷിസ്ഥലങ്ങളും മറ്റു നിർമ്മിതികളുമെല്ലാം ചെറുതായിക്കൊണ്ടിരിക്കുന്നു. അകലങ്ങളിൽ നിന്ന് കൂടുതൽ അകലങ്ങളിലേക്ക് വിലയം പ്രാപിക്കുന്നു. കൂടുതൽ ഉയരം പ്രാപിക്കുന്നതോടെ നമുക്കൊന്നും കാണാൻ വയ്യാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോഴേക്കും നമ്മൾ കടലിന് മുകളിലേക്ക് എത്തിയിരിക്കും. പേർഷ്യൻ ഗൾഫ് കഴിഞ്ഞാൽ അറേബ്യൻ ഉൾക്കടലിന് മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ ജിദ്ദയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ചെങ്കടലാണ്. ഇതെല്ലാം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് നമ്മുടെ സഹപൈലറ്റിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ശ്രവിക്കാം. ടൈം ലൈനിലെ സമയം 14:40. ഫ്ലൈറ്റിന്റെ സ്പീഡ് 930 കിലോമീറ്റർ സ്പീഡാണ്. ഇത്രയും സാധാരണ 800 കിലോമീറ്ററൊക്കെയാണ് സ്പീഡ്. ഇന്ന് ഇത്രയും സ്പീഡ് കിട്ടാൻ കാരണം ഒരു 10-80 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ പുറയുന്ന കാറ്റടിക്കുന്നു. അപ്പൊ ഫ്ലൈറ്റിനെ മുമ്പോട്ട് കുറച്ചും കൂടെ സ്പീഡിൽ പോകാൻ സഹായിക്കും. അങ്ങനെ 930 കിലോമീറ്റർ സ്പീഡ് പോകണം. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമ്മളൊരു 5-10 മിനിറ്റ് നേരത്തെ കോഴിക്കോട് എത്തും. കോഴിക്കോട് എത്താൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാത്രി 9:30 മണിക്കാണ്.
ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉംറയൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല വാഹനത്തായി നടന്നു എന്ന് കരുതുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയാൽ സൗദിയിലെ ഒരു അത്ഭുതം കാണാം. കൃഷിയിടങ്ങൾ അതിങ്ങനെ വട്ടത്തിലായിരിക്കും, സർക്കിൾ, പച്ച കളറിൽ വലിയ വലിയ സർക്കിളായിട്ടാണ് അത് ഉണ്ടാവുക. അത് ഇവിടുന്ന് നോക്കുമ്പോൾ ചെറിയ സർക്കിളായിട്ട് തോന്നും, പക്ഷെ അത് വളരെ വലുതാണ്. അതെനിക്ക് എപ്പോഴും അത്ഭുതമായിട്ട് തോന്നാറുണ്ട് ഈ മലബാറിൽ കൃഷി സ്ഥലങ്ങൾ കാണുമ്പോൾ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പുറത്തേക്ക് നോക്കുക. ഉറങ്ങിയിട്ടില്ലെങ്കിൽ വേറെ അത്ഭുതം കാണാം. സോൾ ബെറ്റ് തടാകങ്ങൾ കാണാം. ഇത് ആയിരക്കണക്കിന് വർഷം കൊണ്ടുണ്ടായതാണ്. ഇതുപോലെ താഴത്ത് നൂറി മുകളിൽ വരും, അത് വറ്റുപാട് ഉപ്പ് അവശേഷിക്കും. അപ്പൊ അതിന്റെ ആളുകൾ ഒമാൻ ഒപ്പോട്ടെത്താൻ നേരത്ത് ആളുകൾ ഉപ്പ് കൃഷി ചെയ്യുന്നുണ്ട് പോലെ. അപ്പൊ ഉപ്പ് തടാകങ്ങൾ കാണാൻ നല്ലത് ഭംഗിയാണ്. ഏകദേശം ഇവിടുന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് കാണുക. ഒമാൻ സൗദി ബോർഡർ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് കണ്ടു പറഞ്ഞിരുന്നാൽ ഇതൊക്കെ കാണുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വലത്തോട്ട് കണ്ടില്ലേ അറബിക്കടലിലേക്ക് കയറും. അറബിക്കടലിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ താഴത്തേക്ക് മുകളിലേക്ക് എങ്ങോട്ട് നോക്കണ്ട, ഉറങ്ങിക്കുക. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കും, ഒന്നും കാണും. പിന്നെ ഇന്ത്യ മഹാരാജ്യം എത്താൻ നേരത്ത് ഇടതുവശത്ത് ബോംബെ ഗോവയൊക്കെ വരും. അങ്ങോട്ട് നോക്കണ്ട, കാണില്ല, കുറച്ച് ദൂരെ. പിന്നെ വലത്തോട്ട് കട്ട് ചെയ്യും. എന്നിട്ട് മംഗലാപുരം, കണ്ണൂര്, അതിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. മംഗലാപുരം, കണ്ണൂർ നമുക്ക് കാണാൻ പറ്റും. നല്ല ലൈറ്റ് ഉണ്ടാവും. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പൊ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മംഗലാപുരം, കണ്ണൂരൊക്കെ കാണാം. അത് കഴിഞ്ഞ് കണ്ണൂർ കഴിയും. കണ്ണൂരിൽ നമുക്ക് ശരിയാൻ തുടങ്ങും. അങ്ങനെ 9.5 മണിക്ക് കോഴിക്കോട് എത്തും. കോഴിക്കോട് ഇതുവരെ അറിഞ്ഞിടത്തോളം കാലാവസ്ഥ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഡിസ്റ്റൻസ് ചെയ്യുന്നതിന് പോയിട്ട് ഞാൻ കാലാവസ്ഥ അപ്ഡേറ്റ് ചെയ്യും. കറക്റ്റ് കാലാവസ്ഥ എന്നാണ് പറഞ്ഞത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഫ്ലൈയിങ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എൻ്റെ പേര് ഓർത്തു വെച്ചോ, ആസ്യപുരത്തിൽ എന്തെങ്കിലും ആവശ്യം വരും. താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ പൈലറ്റിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ടൈം ലൈനിൽ ഇപ്പോൾ സമയം 16:49, അതായത് 4:49 PM എന്ന് കാണാം. ഇന്ത്യൻ സമയം 2.5 മണിക്കൂർ കൂടി മുന്നിലായതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ സമയം 7:19 PM ആയിരിക്കും. ആകാശത്ത് നമ്മൾ സായം സന്ധ്യയുടെ ഒരു വർണ്ണം ചാലിച്ച ഒരു വർണ്ണവിസ്മയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, വാനം നിറയെ അസ്തമയ സൂര്യൻ്റെ പ്രഭാപൂരിതമായ അരുണിമ ശോഭ കൊണ്ട് തിളങ്ങുന്ന ആ കാഴ്ച നോക്കുക. അതിമനോഹരമായ ചക്രവാള ദൃശ്യം എത്രത്തോളം ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാനാവുമെന്നറിയില്ല. നമ്മളിതാ നമ്മുടെ മാതൃഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂമി ഇതാ നമുക്ക് കണ്ടു തുടങ്ങുകയായി. ടൈം ലൈനിലെ സമയം നോക്കുക, 21:29, അതായത് ഇന്ത്യൻ സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 9:29 രാത്രി സമയമായതുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളൊന്നും വ്യക്തമായി കാണുന്നില്ല, ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ക്രമേണ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ നമ്മുടെ മാതൃഭൂമിയിലേക്ക് എത്തിപ്പെടുകയായി. കരിപ്പൂരിൻ്റെ മണ്ണിൽ കാലുകുത്തുകയായി. സമയം നോക്കുക, 21:30, അതായത് 9:30. നമ്മളെ പൈലറ്റ് പറഞ്ഞ കൃത്യം സമയമാണ് 9:30. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ലാൻഡ് ചെയ്യും. കരിപ്പൂരിൻ്റെ ഭൂമിയിൽ നമ്മൾ എത്തിപ്പെടുകയായി. റോഡുകളെല്ലാം ഇതാ കൂടുതൽ വ്യക്തമായി കാണാറായിരിക്കുന്നു. ഭൗമവിധാനത്തിനുള്ള അകലമിത കുറഞ്ഞു വരുന്നു. അന്തരീക്ഷം ഇത്തിരി മേഘാവൃതവും മഴയുള്ളതുമൊക്കെയാണ് എന്നുള്ള ചെറിയൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങുന്നത്. എങ്കിലും വലിയ പ്രശ്നമില്ല. ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ്. ട്രാവൽ സംബന്ധമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഡാറ്റയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. ജിദ്ദയിൽ നിന്ന് ഡിപ്പാർച്ചർ 13:48, കാലിക്കറ്റ് അറൈവൽ 21:30, ടോട്ടൽ ടൈം ഡിഫറൻസ് 7:42, ഹയസ്റ്റ് ടൈം ഡിഫറൻസ് കുറയ്ക്കേണ്ടത് 2:30. അപ്പോൾ ട്രാവൽ ടൈം 5 മണിക്കൂർ 12 മിനിറ്റ് എന്ന് കാണാം. ഇതാ നമ്മുടെ ഫ്ലൈറ്റ് കരിപ്പൂരിൻ്റെ ഭൂമിയെ സ്പർശിച്ചിരിക്കുകയാണ്. 2.5 മാസത്തെ
സൗദി സന്ദർശനത്തിന് തിരശ്ശീല വീണുകൊണ്ട് ഈ യാത്ര ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ യാത്രകളും അനുഭവങ്ങളും കാഴ്ചകളുമൊക്കെ ഇനിയും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.